ആശങ്കയൊഴിയാതെ തെരുവുനായ ആക്രമണം. കഴിഞ്ഞ 4 മാസത്തിനിടെ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചത് 13 പേർ. തെരുവുനായ ആക്രമണങ്ങളിലെ ഇരകളിൽ അധികവും കുട്ടികൾ. തെരുവുനായ വന്ധ്യകരണം നിയമക്കുരുക്കെ. കഴിഞ്ഞ 4 മാസത്തിനിടെ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചവർ 13. ഒരു മാസത്തിനിടെ മരിച്ചത് 6 പേർ. അതിൽ 3 കുട്ടികൾ. തെരുവുനായ ആക്രമണത്തിന് ഇരകളാകുന്നവരിൽ കൂടുതലും കുട്ടികളാണ്. രാജ്യത്തെ പേവിഷബാധ മരണങ്ങളിൽ 60% 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അതിൽ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തേത് 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മരണം. ഇന്ത്യയിലുള്ളത് ഏകദേശം 4 കോടി തെരുവുനായ്ക്കളാണെന്നാണ് കണക്ക്. കേരളത്തിൽ ഏകദേശം 4 ലക്ഷത്തോളം തെരുവുനായ്ക്കളുണ്ട്. തെരുവുനായ വന്ധ്യംകരണവും ഷെൽട്ടർ ഹോം നടപടികളും പിഴച്ചു. വാക്സിനേഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നു. സംസ്ഥാനത്തെ മാത്രം കണക്ക് നോക്കിയാൽ 2024-ൽ 3.16 ലക്ഷം പേരെയാണ് തെരുവുനായ കടിച്ചത്. പ്രതിദിനം ശരാശരി 879 പേർക്ക് കടിയേൽക്കുന്നുണ്ട്. 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് കടിയേറ്റത് 17.39 ലക്ഷം പേർക്ക്. തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നാണ് തെരുവുനായ വന്ധ്യംകരണവും പേവിഷബാധ വാക്സിനേഷനും നടത്തേണ്ടത്. 2023-ൽ കേന്ദ്ര സർക്കാർ ചട്ടം പുതുക്കിയതോടെ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ വന്ധ്യംകരണത്തിനുള്ള കുടുംബശ്രീക്കുള്ള അംഗീകാരം പിൻവലിച്ചു. ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും അനിശ്ചിതത്വത്തിലാണ്. തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കാൻ 2022-ൽ കൈക്കൊണ്ട തീരുമാനവും പാളി. ജനവാസ കേന്ദ്രങ്ങളുടെ സമീപത്തൊന്നും ഷെൽട്ടറുകൾ സാധ്യമല്ലാത്തതിനാൽ ജനരോക്ഷം ഭയന്ന് തദ്ദേശ വകുപ്പുകൾ നടപടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മാലിന്യ സംസ്കരണത്തിലെ പിഴവും തെരുവുനായ നിയന്ത്രണത്തിലുണ്ടാകുന്ന വീഴ്ചകളിലൊന്നാണ്. തുടർച്ചയായി പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതോടെ അടിയന്തര നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അധികൃതർ. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് കണ്ടറിയേണ്ടത്. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.